ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിന് ആനന്ദമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മളിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ ഒരു നിയമജ്ഞൻ വന്ന് ഈശോയോട് ചോദിച്ചു, നിത്യജീവൻ അവകാശമാക്കുവാൻ എന്തു ചെയ്യണം? യേശു പ്രതിവചിച്ചു, നീ നിയമത്തിൽ എന്തു കാണുന്നു, നീ എന്തു വായിക്കുന്നു? അവൻ പറഞ്ഞു, എൻ്റെ ദൈവമേ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. എൻ്റെ ദൈവമേ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ. യേശു പറഞ്ഞു, നീ ശരിയായി പറഞ്ഞിരിക്കുന്നു. നീ അതുപോലെ പ്രവർത്തിക്കുക, നീ ജീവിക്കും. അവൻ തന്നെ സാധൂകരിക്കുവാൻ വേണ്ടി ഈശോയോട് ചോദിച്ചു, എൻ്റെ അയൽക്കാരൻ ആരാണ്? ഈശോ അവനോട് പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കയിലേക്ക് പോകുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് പ്രഹരിച്ച് അർത്ഥപ്രാണനായി ഇട്ടിട്ട് പോയി. അർത്ഥപ്രാണനാക്കി അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. ആ വഴിയെ ഒരു പുരോഹിതൻ വന്നു. അത് കണ്ടിട്ട് മറുവശത്തൂടെ നടന്നുപോയി. തുടർന്ന് ലേവായനും വന്നു. അവനും കണ്ടെങ്കിലും കടന്നുപോയി. മൂന്നാമത് ഒരു സമരിയക്കാരൻ അവൻ കടന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവനെ കണ്ടു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി അവൻ്റെ മുറിവുകൾ കഴുകി വൃത്തിയാക്കി വീഞ്ഞും എണ്ണയും ഒഴിച്ച് അത് വെച്ച് കെട്ടി അവൻ്റെ മൃഗത്തിൻ്റെ മുകളിൽ അവനെ ഇരുത്തി അടുത്ത സത്രത്തിൽ കൊണ്ടുചെന്ന് അവനെ പരിചരിച്ചു. പിറ്റേ ദിവസം സത്രം സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവന് വേണ്ടുന്ന ചെയ്തു കൊള്ളുക. അവൻ്റെ 2 ദിനാറ സത്രം സൂക്ഷിപ്പാനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവന് വേണ്ടത് ചെയ്തു കൊള്ളുക. ബാക്കിയുള്ളത് പോരായ്മയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അവൻ യാത്രയായി. യേശു നിയമജ്ഞനോട് ചോദിച്ചു, ഇവരിൽ ആരാണ് ഇവന് അയൽക്കാരനായി വർത്തിച്ചത്? ഈ മൂവരിൽ ആരാണ് ഇവന് അയൽക്കാരനായി വർത്തിച്ചത്? അവൻ പറഞ്ഞു, സമരിയക്കാരൻ. അപ്പോൾ ഇവരിൽ ആരാണ് നമുക്ക് അയൽക്കാരനായി വർത്തിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ തന്നെ മറുപടി പറയാണ്, സമരിയക്കാരനാണ്. നീയും അവനെ പോലെ ചെയ്യുക എന്നാണ് ഈശോ അവനോട് മറുപടി പറയുന്നത്. അപ്പോൾ യഥാർത്ഥമായ അയൽക്കാരൻ എന്ന് പറയുന്നത് അവിടെ ഉച്ചനീചത്വമില്ലാതെ സാഹോദര്യത്തിൽ എൻ്റെ സഹോദരനാണ് എന്ന് കണ്ട് അവനെ ശുശ്രൂഷിക്കുകയാണ്. അവിടെ സമത്വമുണ്ടാകും. സാഹോദര്യത്തിൽ വളർന്നാൽ സമത്വമുണ്ടാകും. വലിപ്പച്ചെറുപ്പമില്ല. എന്നെപ്പോലെ തന്നെ അവനെ സ്നേഹിക്കുവാനും ഉച്ചനീചത്വങ്ങളില്ലാതെ ജീവിക്കുവാൻ
ഒരു നല്ല മനസ്സ് ദൈവം നമുക്ക് തരും. പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകണമെന്നാണ് പറഞ്ഞു തുടങ്ങിയത്. ആദ്യമേ സമാധാനം നമുക്കുണ്ടാകണം. ലൂക്കോയുടെ സുവിശേഷം 10-ാം അധ്യായം 5-ാം തിരുവചനം, ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ, ഈ രണ്ടുപേരായി പറഞ്ഞയക്കുമ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യമേ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. അപ്പോൾ സമാധാനത്തിന് പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ സമാധാനം അവർ സ്വീകരിക്കും. പ്രിയ സഹോദരങ്ങളെ, സമാധാനമുണ്ടെങ്കിൽ അത് സന്തോഷമായി മാറും. സന്തോഷത്തിൽ നിന്ന് സാഹോദര്യത്തിലേക്ക് കടന്നു പോകും. സാഹോദര്യം സമുദ്രത്തിൻ്റെ മേഖലയിലേക്ക് അത് വളരും. നമ്മൾക്ക് സാഹോദര്യത്തിലേക്കും അതുപോലെ സമുദ്രത്തിലേക്കും വളരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എന്നെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ മനസ്സിന് മാറ്റം വരുത്തണമേ, സന്മനസ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.